മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തോമസ് വൈദ്യൻ്റെ ഹോസ്പിറ്റലിലെത്തുന്ന മഹിയാണെങ്കിൽ കണ്ണനെ അവിടെ വെച്ച് കാണുന്നു. അങ്ങനെ കണ്ണനാണ് ഈ മഹിയെ കാണുന്നത് വളരെ സന്തോഷമാകുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് തന്നെ ശല്യപ്പെടുത്തുന്നുണ്ടോ എന്നൊക്കെ മഹിയോടായിട്ട് ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട്, ഈ അച്ഛൻ്റെ കുഞ്ഞല്ലേ, എനിക്കൊരു ശല്യവുമില്ല എന്നെല്ലാം പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹിയുടെ വയറിൽ ചെവി വെച്ചുകൊണ്ട് തന്നെ കണ്ണൻ ഇരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് അങ്ങോട്ട് വരികയാണ് നമ്മുടെ തോമസ് വൈദ്യൻ. ഇത് കാണുമ്പോൾ ആണെങ്കിൽ ആകെ നാണം വരുന്നുണ്ട്. അങ്ങനെ മഹിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, കണ്ണേട്ടാ അതേ സാറ് വരുന്നു എന്ന് പറയുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ രണ്ടുപേരും നാണിച്ചുകൊണ്ട് തന്നെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് തോമസ് വൈദ്യൻ പറയുന്നുണ്ട്, നിങ്ങളിത് കാണിക്കുന്നത് വേറെ ആരും കാണാൻ ഇടവരരുത്, കാരണം നിങ്ങളുടെ തൊട്ടടുത്ത മുറിയിൽ തന്നെ നിങ്ങളുടെ ശത്രുക്കളുണ്ട്, അത് ഒരു തരത്തിലും കാണാനായിട്ട് ഇടവരുത്തരുത്, അതോട് തീരും നിങ്ങളുടെ ഈ നാടകത്തിൻ്റെ ക്ലൈമാക്സ്, അതിലൊരു അഭിനേതാവ് കൂടിയാണ് ഞാനെന്നെല്ലാം തോമസ് വൈദ്യൻ പറയുന്നുണ്ട്. പിന്നീട് ലേഖയാണ് കാണിക്കുന്നത്. ലേഖയാണെങ്കിൽ മഹിയെ കാണാഞ്ഞിട്ട് ആകെ അസ്വസ്ഥതയായിട്ട് എണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അനന്ത് പറയുന്നുണ്ട്, താൻ എന്താടോ ഇങ്ങനെ നടക്കുന്നത്, താൻ എവിടെയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കടോ എന്നെല്ലാം പറയുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരികയാണ് കണ്ണനും മഹിയും. അത് കാണുമ്പോഴേക്കും ലേഖയ്ക്ക് വളരെ സന്തോഷമാകുന്നു. അപ്പോഴേക്കും അനന്ത് പറയുന്നുണ്ട്, മഹി ഇവിടെ നിന്ന് പോയതിന് ശേഷം ലേഖയാണെങ്കിൽ ഒരു സ്വസ്ഥതയും എനിക്ക് തന്നിട്ടില്ല എന്ന് കണ്ണനോടായിട്ട് പറയുകയാണ്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഈ കണക്കിന് പോയാൽ ഞങ്ങളുടെ കുഞ്ഞുണ്ടായാൽ ഞങ്ങൾക്ക് തിരിച്ചു തരുമോ എന്നെല്ലാം കണ്ണൻ ചോദിക്കുന്നുണ്ട്. എന്താണെങ്കിലും എനിക്കും മഹിക്കും ഓഫീസിൽ പോകുന്ന സമയത്ത് കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് തന്നാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ അച്ഛനും അമ്മയും ആകാമെന്ന് പറയുമ്പോഴേക്കും ഇത് കേട്ട് വളരെ സന്തോഷിക്കുകയാണ് നമ്മുടെ അനന്തു. പിന്നീട് മേഘനാഥൻ്റെ കൈയും കാലുമെല്ലാം കെട്ടെല്ലാം അഴിച്ചുകൊണ്ട് തന്നെ നല്ലപോലെ തിരുമ്മി കൊടുക്കാനായിട്ട് പറയാണ് തോമസ് വൈദ്യൻ. അങ്ങനെ നല്ല രീതിക്ക് തന്നെ ജയബാല തിരുമ്മി കൊടുക്കുന്നുണ്ട്. നല്ല വേദന എടുക്കുന്നുണ്ടെങ്കിലും അത് സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്നായിട്ട് തന്നെ തിരുമ്മാൻ പറയുകയാണ്. അങ്ങനെ കടന്ന് കരയാണ് നമ്മുടെ മേഘനാഥൻ. പിന്നീട് പലഹാരങ്ങൾ പൊരിക്കുന്നിടത്തോട്ട് മുത്തശ്ശി വരികയാണ്. എന്നിട്ട് നിൻ്റെ മോൾക്ക് കൊടുക്കാനുള്ള പലഹാരമല്ലേടി പൊരിക്കുന്നതെന്നെല്ലാം മുത്തശ്ശി ചോദിക്കുകയാണ്. എന്താ അമ്മയ്ക്ക് വേണോ എന്നെല്ലാം മോഹിനി ചോദിക്കുമ്പോൾ, എനിക്കൊന്നും വേണ്ട, നിൻ്റെ മോൾക്ക് കൊണ്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളത് നിൻ്റെ ചത്തുപോയ നിൻ്റെ കെട്ടിയവന് കൊണ്ട് കൊടുക്കടി, അവൻ എത്രയും പെട്ടെന്ന് നിൻ്റെ അടുത്ത് നിന്ന് ഈ പലഹാരമൊക്കെ കഴിച്ചിട്ട് നേരത്തോട് നേരെ ആകുന്നതിന് പോയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മോഹിനിയോടായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് മുത്തശ്ശി. ഇത് കേൾക്കുന്ന മോഹിനിക്കാണെങ്കിൽ വളരെ ദേഷ്യമാകുന്നുണ്ട്. എന്നിട്ട് മഹിയുടെ കുഞ്ഞിനെ കുറിച്ചെല്ലാം പറയുമ്പോഴേക്കും, ആ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴേക്കും ആ കുഞ്ഞ് അവളെപ്പോലെ ഇരിക്കുമെങ്കിലും അച്ഛൻ്റെ എന്തെങ്കിലുമൊക്കെ ആ കുഞ്ഞിനുണ്ടാകാതിരിക്കില്ലല്ലോ, ഒന്നില്ലെങ്കിൽ മുടിയോ അല്ലെങ്കിൽ ചെവിയോ മൂക്കോ എന്തെങ്കിലുമൊക്കെ, അപ്പോഴെങ്കിലും മനസ്സിലാവുമല്ലോ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നെല്ലാം പറയുന്നത് കേട്ട്, നിങ്ങളെല്ലാം അപ്പോൾ അറിഞ്ഞാൽ മതി, അങ്ങനെയെങ്കിലും ആ കുഞ്ഞ് സമാധാനത്തോടുകൂടി ഒന്ന് ജനിക്കട്ടെ എന്ന് മോഹിനി മനസ്സിൽ കരുതുന്നു. അതേസമയം മുത്തശ്ശിയാണെങ്കിൽ പ്രതാപൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് വേറൊരാളുടെ ആയിട്ട് പോലും ആ മോഹിനിക്കാണെങ്കിൽ അവളോട് ഒരു ദേഷ്യവുമില്ലല്ലോ എന്നെല്ലാം പറയുമ്പോഴേക്കും പ്രതാപം പറയുന്നുണ്ട്, അങ്ങനെയെങ്കിലും അവൾക്കൊരു കുഞ്ഞുണ്ടാവുമെന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്, അങ്ങനെയെങ്കിലും അവൻ്റെ സ്വത്തെല്ലാം തട്ടിയെടുക്കാമെന്നാണ് അമ്മയും മകളും വിചാരിച്ചിരിക്കുന്നതെന്നെല്ലാം പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോടായിട്ട് പറയുകയാണ്. പിന്നീട് മോഹിനിയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് മാറിയ സമയത്ത് മുത്തശ്ശിയും പ്രതാപനും കൂടെ അടുക്കളയിൽ ചെല്ലുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, എന്താണെങ്കിലും അവൾ ഉണ്ടാക്കിയതല്ലേ, ഒന്ന് കഴിച്ചു നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ അപ്പം എടുത്ത് കഴിക്കുകയാണ്. അപ്പോഴേക്കും പ്രതാപം പറയുന്നുണ്ട്, അമ്മ ഇതെല്ലാം കഴിച്ചുകൊണ്ട് നേരം കളയാതെ എത്രയും പെട്ടെന്ന് അത് അവളുടെ പലഹാരത്തിൽ തേക്കാനുള്ള പൊടി കലക്കാനുള്ള ഒരു പാത്രം എടുക്കുന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയോടായിട്ട് പറയുകയാണ്. പക്ഷേ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് വരുന്ന മോഹിനിക്കാണെങ്കിൽ ആകെ ഭയമാകുന്നു. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് മോഹിനിയാണെങ്കിൽ ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ്. അതേസമയം ആ പാത്രത്തിലുള്ള പലഹാരത്തിലെല്ലാം അവരാണെങ്കിൽ വിഷം പുരട്ടി വെക്കുന്നത് മോഹിനി നേരിട്ട് തന്നെ കാണുന്നു. അങ്ങനെ മോഹിനിയാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ്. എന്നിട്ട് മോഹിനി ഇവർ പോയ സമയത്ത് ആ പലഹാരങ്ങളെല്ലാം മാറ്റി ഇവർക്ക് കഴിക്കാനുള്ള പലഹാരത്തിൽ ആ പൊടിയെടുത്ത് തേച്ച് വെക്കുകയാണ്. അതേസമയം ഇതൊന്നും അറിയാതെ മുത്തശ്ശിയും പ്രതാപനും അവിടെ നിന്ന് പോകുകയാണ്. പിന്നീട് മഹിയെ കാണാനെത്തുന്ന കണ്ണനോടായിട്ട് മഹി പറയുന്നുണ്ട്, കണ്ണേട്ടൻ എന്താണെങ്കിലും സൂക്ഷിക്കണം, ഇപ്പോൾ ഞാൻ അരികത്തില്ലാത്തത് കൊണ്ട് കണ്ണേട്ടൻ്റെ അടുത്ത് എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് പെരുമാറുന്നത്, നമ്മളുടെ കുഞ്ഞ് ജനിച്ച് വരുന്നത് വരെ നമുക്ക് ആ നാടകം തുടരുക തന്നെ വേണം കണ്ണേട്ട, അതുകൊണ്ട് അതൊരിക്കലും അവരുടെ മുന്നിൽ പൊളിയരുതെന്നെല്ലാം കണ്ണനോടായിട്ട് മഹി പറയാണ്. കണ്ണൻ പറയുന്നുണ്ട്, താൻ അതൊന്നും പേടിക്കേണ്ട, എനിക്കതെല്ലാം സൂക്ഷിക്കാനുള്ള കഴിവുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണൻ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കമലേശ്വരത്തെത്തുന്ന കണ്ണനോടായിട്ട് ദുർഗ പറയുന്നുണ്ട്, മോനെ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനോടായിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയാണ്. മോഹിനി ഉണ്ടാക്കിയ പലഹാരത്തിൽ കരുണയുടെ മുത്തശ്ശിയാണെങ്കിൽ അവൾക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് അതിനകത്ത് വിഷമെല്ലാം കലർത്തി വെച്ചിരിക്കുകയാണ്. അത് കഴിക്കുന്നതോടുകൂടി തന്നെ അവളുടെ കുഞ്ഞ് നഷ്ടപ്പെടും.
അപ്പോൾ പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും മോനെ, മോനെ ചതിച്ച അവൾക്ക് അത് തന്നെ വേണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ വളരെയേറെ സന്തോഷിക്കുന്നത് കണ്ട് കണ്ണനാകെ ഞെട്ടിപ്പോകുന്നുണ്ട്. പിന്നീട് കണ്ണനാണെങ്കിൽ ഉടനെ തന്നെ മഹീനെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, അമ്മ കൊണ്ടുവരുന്ന പലഹാരത്തിൽ വിഷം കലർത്തിയതാണെന്നും നീ കഴിക്കരുതെന്നെല്ലാം മഹിയോടായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ശത്രുപക്ഷത്തായതുകൊണ്ട് എന്താപത്തും എനിക്ക് നേരത്തെ അറിയാൻ പറ്റുന്നത് കൊണ്ട് നമ്മളുടെ കുഞ്ഞ് സേഫായിട്ട് തന്നെ ജനിക്കുമെന്നെല്ലാം കണ്ണനാണെങ്കിൽ മഹിയോടായിട്ട് പറയുകയാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.